ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മെഹന്തി വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് പേരാമ്പ്രയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണ് കേട്ടോ ഓളെൻ്റെ കൂടി വർക്കിന് വരുന്നത്. എങ്ങനെയാണ് ബ്രൈഡ്സിന് മെഹന്തി ഇടുന്നതെന്നൊക്കെ കാണാൻ അവൾക്കൊരു പൂതി. ഓളെ പൂതി അതാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായ സമയത്ത് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അവിടെ എത്തിയ ഉടനെ തന്നെ അവർ ഞങ്ങൾക്ക് നല്ല ചൂട് ചായയും കടികളൊക്കെ തന്നു കേട്ടോ. സഹല പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് എല്ലാ വർക്കിനും വരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നമ്മൾ ബ്രൈഡ്. ഞാൻ നീഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചൂടുന്നു. അങ്ങനെ റിസ്റ്റ് വരെയുള്ള ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗ്രൂമിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഡിസൈനായിരുന്നു ബ്രൈഡ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു കൈൻ്റെ ഒരു സൈഡ് നമ്മൾ സക്സസ്ഫുള്ളി ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കൈ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്ന സെയിം ഡിസൈനായിരുന്നു മറ്റേ കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളൊരു അപ്കമിങ് ബ്രൈഡ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കയ്യിൽ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ അത് നിങ്ങളെ മെഹന്തി ആർട്ടിസ്റ്റിന് വലിയ പണിയാവും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈന് ആ ഒരു നീറ്റ്നെസ്സിൽ നിങ്ങൾക്ക് കിട്ടിയെന്നും വരില്ല. അങ്ങനെ രണ്ടാമത്തെ കൈൻ്റെയും അടിവശം കംപ്ലീറ്റ് ആവാൻ പോവാണ് കേട്ടോ. എനിക്ക് മെഹന്തി ഇടുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഹമ്പ് വരയ്ക്കുക എന്നുള്ളത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ എനിക്കത് ചെയ്യുമ്പോൾ. ഞാൻ ഈ മെഹന്തി ഇടാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഹമ്പ് വരയ്ക്കുന്ന സമയത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. പിന്നീട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത് ശരിയായി. അങ്ങനെ ആയിരിക്കുമല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഈ മെഹന്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രാക്ടീസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം രണ്ടാമത്തെ കൈ ഫിനിഷ് ചെയ്യാനായി. ഈ ഒരു സിറ്റുവേഷൻ മാരേജിൻ്റെ ടൈമിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്ന എല്ലാ ബ്രൈഡ്സിനും മനസ്സിലാവും. മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൈ കൊണ്ട് 4-5 മണിക്കൂറേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. ഇവിടെ അമ്മയായിരുന്നു കേട്ടോ മെയിൻ. അങ്ങനെ അവസാനം വിജയകരമായി നമ്മൾ ഫ്രണ്ട് സൈഡ് രണ്ടും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്ക് സൈഡ് ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബ്രൈഡ് നല്ല ക്ഷീണിച്ചു കേട്ടോ. മാരേജിൻ്റെ ടൈമിലുള്ള ഓട്ടവും ഉറക്കില്ലായ്മയും എല്ലാം കൊണ്ട് ഒരു വയ്യായി എന്നാണ് പറഞ്ഞത്. പിന്നീട് ബ്രൈഡ് കിടന്നിട്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ കൈയിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മ്യൂസിക് സിമ്പലിൻ്റെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അത് കവർ ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് മെഹന്തി ഇടാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.